കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. 5 സെൻസസ്. നമുക്ക് ചുറ്റുമുള്ളവയെ ശരീരം തിരിച്ചറിയുന്നത് 5 വഴികളിലൂടെയാണ്. കാഴ്ചയിലൂടെ, മണത്തറിയാൻ, കേൾവിയിലൂടെ, രുചിച്ചറിയാം, പിന്നെ സ്പർശത്തിലൂടെ. ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ ഇവ നമ്മളെ സഹായിക്കുന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടാലോ? ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസ് ഓഫ് സൈറ്റ് ആണ്. കാഴ്ചകൾ കാണാനുള്ള കഴിവ്. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണാണ്, ഐസ്. കണ്ണുപയോഗിച്ചാണ് നമ്മൾ ചുറ്റുമുള്ളവയെ കാണുന്നത്. ഈ അടുക്കളയിൽ കുറച്ച് സ്ട്രോബെറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവയെല്ലാം കാണുന്നത് നമ്മൾ കണ്ണിന്റെ സഹായത്തോടെയാണ്. അടുത്തത് സെൻസ് ഓഫ് ഹിയറിംഗ് ആണ്, കേൾക്കാനുള്ള കഴിവ്. കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നത് ചെവിയാണ്, ഇയേഴ്സ്. ഇവിടെ ഒരു ഡോഗിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ ശബ്ദങ്ങൾ കേൾക്കുവാനും അവയെ തിരിച്ചറിയുവാനും നമ്മളെ സഹായിക്കുന്നത് ചെവിയാണ്, ഇയേഴ്സ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസ് ഓഫ് സ്മെൽ ആണ്, മണങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ്. വസ്തുക്കളെ മണത്ത് നോക്കാൻ നമ്മളെ സഹായിക്കുന്നത് മൂക്കാണ്, നോസ്. നോസ് ഉപയോഗിച്ച് അടുക്കളയിൽ നിന്ന് വരുന്ന പലതരം മണങ്ങൾ നമുക്ക് കിട്ടാറില്ലേ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെൻസ് ഓഫ് ടേസ്റ്റ് ആണ്, രുചികൾ തിരിച്ചറിയുവാനുള്ള കഴിവ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നാവാണ്, ടങ്. നാവ് ഉപയോഗിച്ച് നമുക്ക് പലതരം രുചികൾ തിരിച്ചറിയാൻ സാധിക്കും. ഫ്രിഡ്ജിലിരിക്കുന്ന വാട്ടർമെലൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇതിന് നല്ല മധുരമുണ്ട്. ഇത് തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് നാവാണ്, ടങ്. അടുത്തതാണ് സെൻസ് ഓഫ് ടച്ച്, സ്പർശിച്ച് വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള കഴിവ്. ഇതിനെന്നെ സഹായിക്കുന്നത് സ്കിന്നാണ്, തൊലി. ഈ ഫ്രിഡ്ജിലിരിക്കുന്ന ആപ്പിൾ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ഇതിന് നല്ല തണുപ്പും മിനുസമായ പ്രതലവുമാണ് ഉള്ളത്. ഇനി നമുക്കൊരു കഥയായാലോ? നമ്മുടെ ലിയോ മിഠായി വാങ്ങിക്കാൻ പോയ കഥ. ഒരു ദിവസം ലിയോ അടുത്തുള്ള പുതിയ മിഠായി കട കണ്ടു. അവന് മിഠായി വേണം. അമ്മ തൊട്ടടുത്തുള്ള കടയിൽ പോയി മിഠായി വാങ്ങിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. വഴിയിൽ വെച്ച് ബസിന്റെ ഹോണടി കേട്ട് ലിയോ നിന്നു. ബസ് പോകാൻ അവൻ വെയിറ്റ് ചെയ്തു. വഴിയിൽ മറ്റു വാഹനങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പായപ്പോൾ ലിയോ റോഡ് ക്രോസ് ചെയ്ത് മിഠായി കടയിലെത്തി. കടയിലെത്തിയപ്പോൾ ലിയോ അവന് ഇഷ്ടമുള്ള മിഠായി വാങ്ങി. മിഠായിക്ക് കാശ് കൊടുക്കുമ്പോൾ ലിയോ കോയിനും നോട്ടും തൊട്ട് നോക്കി. നോട്ട് സോഫ്റ്റും കോയിൻ ഹാർഡുമായി അവൻ തോന്നി. ലിയോ അവന്റെ മിഠായി മണത്ത് നോക്കി. ആഹാ, നല്ല മണം. കൊതി വന്ന് ലിയോ മിഠായി കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ്. തന്റെ അമ്മയ്ക്കും ഒരു മിഠായി വാങ്ങി ലിയോ വീട്ടിലേക്ക് മടങ്ങി. ഈ കഥയിൽ നമ്മുടെ ലിയോ അവന്റെ എന്തൊക്കെ ഇന്ദ്രിയങ്ങളാണ്, സെൻസസ് ആണ് ഉപയോഗിച്ചതെന്ന് നോക്കാം. ആദ്യം സെൻസ് ഓഫ് സ്മെല്ലാണ്, മണം തിരിച്ചറിയുവാനുള്ള കഴിവ്. ഇതിന് നമ്മളെ സഹായിക്കുന്ന അവയവം മൂക്കാണ്, നോസ്. ലിയോ വീട്ടിൽ വെച്ച് അവന്റെ പൂക്കൾ മണക്കാറുണ്ട്. സ്ട്രീറ്റിൽ ചെല്ലുമ്പോഴോ പലതരം മണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ കടയിൽ ചെന്നപ്പോൾ ലിയോ അവന്റെ മിഠായി മണത്ത് നോക്കി. ഇത്തരം മണങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവാണ് സെൻസ് ഓഫ് സ്മെൽ. അടുത്തതാണ് കേൾക്കാനുള്ള കഴിവ്, സെൻസ് ഓഫ് ഹിയറിംഗ്. കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയവം ചെവിയാണ്, ഇയേഴ്സ്. ലിയോ അവന്റെ വീട്ടിൽ വെച്ച് അമ്മയുടെ ശബ്ദം കേട്ടു. റോഡിൽ വെച്ച് ബസിന്റെ ഹോണടി കേട്ടു. ഷോപ്പ് കീപ്പറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദവും കേട്ടു. ഇത്തരത്തിൽ പലതരം ശബ്ദങ്ങൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ചെവിയാണ്. അതിനുള്ള കഴിവിനെയാണ് സെൻസ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ കേൾക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. അടുത്ത ഇന്ദ്രിയ അവയവം സ്കിന്നാണ്. അതിന്റെ സെൻസിനെ നമ്മൾ പറയുന്നത് സെൻസ് ഓഫ് ടച്ച് ആണ്, സ്പർശിക്കാനുള്ള കഴിവ്. സ്പർശിച്ച് കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ്. നമ്മൾ കോയിനും നോട്ടും തൊട്ട് നോക്കി. കോയിൻ ഹാർഡും നോട്ട് സോഫ്റ്റുമായി തോന്നി. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ തൊട്ട് നോക്കാറുണ്ട്, കല്ലുകൾ. ക്യാൻഡി തൊട്ട് നോക്കി, അതും വ്യത്യസ്തമായിരുന്നു. അടുത്തതാണ് സെൻസ് ഓഫ് ടേസ്റ്റ്, രുചിച്ചറിയുവാനുള്ള കഴിവ്. രുചികൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നാവാണ്, ടങ്.
നമ്മൾ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും മിഠായി കഴിക്കുമ്പോഴും ആപ്പിൾ കഴിക്കുമ്പോഴുമുള്ള രുചികൾ എന്താണ്? വ്യത്യസ്തമാണ്. ഈ ഓരോ രുചിയും ഈ ഓരോ ടേസ്റ്റും നമ്മൾ മനസ്സിലാക്കുന്നത് നാവ് ഉപയോഗിച്ചാണ്. ടേസ്റ്റ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയവം നാവ്, ടങ്. അടുത്ത ഇന്ദ്രിയ അവയവമാണ് കണ്ണ്. കണ്ണിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. സെൻസ് ഓഫ് സൈറ്റ്. കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന അവയവം കണ്ണാണ്, ഐസ്. ലിയോ അവന്റെ വീട്ടിൽ നിന്ന് മിഠായിക്കട കാണുകയും വഴിയിൽ വെച്ച് കാറും ബസ്സും പോകുന്നത് കാണുകയും കടയിൽ ചെന്നപ്പോൾ പലതരം മിഠായികൾ, പല നിറത്തിലെ മിഠായികൾ അവൻ കണ്ടതും അവന്റെ കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്കൊരു പാട്ടായാലോ? മലയാളത്തിൽ ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ളൊരു പാട്ട്. അഞ്ചിന്ദ്രിയങ്ങൾ അറിവിന്റെ കൂട്ടുകാർ, കാണാൻ, മണക്കാൻ, കേൾക്കാൻ, രുചിക്കാൻ, തൊട്ടറിയാമെല്ലാം മനസ്സിലാക്കാൻ. കണ്ണുണ്ട് കാണാൻ, ചെവിയുണ്ട് കേൾക്കാൻ, മൂക്കുണ്ട് മണക്കാൻ, നാവുണ്ട് രുചിക്കാൻ, തൊക്കുണ്ട് തൊടുവാൻ, ലോകത്തെ അറിയാൻ, ഇവയ്ക്കുണ്ട് കഴിവ്, ഇവയാണ് ഇന്ദ്രിയങ്ങൾ. അടുത്തത് 5 സെൻസസിനെ കുറിച്ചുള്ള ഒരു ക്വിസ് ആയാലോ? നിങ്ങൾ റെഡിയല്ലേ? മധുരവും പുളിയും നമ്മൾ അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? മധുരവും പുളിയും 2 രുചികളാണ്. ഇവ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? നാവ്, ടങ്. ടങ് ഉപയോഗിച്ചാണ് നമ്മൾ രുചികൾ തിരിച്ചറിയുന്നത്. ടേസ്റ്റ് തിരിച്ചറിയുന്നത് നാവ് ഉപയോഗിച്ചിട്ടാണ്. അടുത്തൊരു ചോദ്യം. നമുക്ക് ചുറ്റുമുള്ളവയെ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവം ഏതാണ്? കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന അവയവം കണ്ണ്, ഐ. കണ്ണാണ് നമുക്ക് ചുറ്റുമുള്ള വർണ്ണശബളമായ കാഴ്ചകൾ നമ്മളെ കാണാൻ സഹായിക്കുന്നത്. അടുത്തൊരു ചോദ്യം. മൃദുവും പരിപരുത്തതും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? സോഫ്റ്റും ഹാർഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തൊട്ട് നോക്കിയിട്ടാണ്. സ്കിൻ ഉപയോഗിച്ച്, തൊലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൊട്ട് നോക്കി കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അത് നമ്മളെ സഹായിക്കുന്നത് തൊലി, സ്കിൻ. അടുത്തൊരു ചോദ്യം നോക്കാം. പൂക്കളുടെ മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? സ്മെൽ. മണങ്ങൾ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന അവയവം ഏതാണ്? നോസ്, മൂക്ക്. മണങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവം മൂക്കാണ്. അടുത്തത്, പാട്ട് കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയവം ഏതാണ്? ശബ്ദങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവം ചെവിയാണ്, ഇയേഴ്സ്. ചെവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തമായ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നത്. അടുത്തത് നമുക്കൊരു ഇംഗ്ലീഷ് പാട്ടായാലോ? We can see with our little eyes. We can hear with our little ears. We can smell with our little nose. We can taste with our little tongue. We can touch with our little hands. These are our 5 senses we have. നിങ്ങൾക്ക് ഇന്നത്തെ പാട്ടും കഥകളും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കഥകളും പാട്ടുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.